ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കായ് ഗെയിമിംഗ്. ഇന്ന് നമ്മൾ പിന്നെയും കളിക്കാൻ പോകുന്ന ഈ ഫുട്ബോളാണ്. ഈ ഫുട്ബോളിൻ്റെ ഡിവിഷൻ മാച്ച്. പിന്നെ ഗൈസ്, നമ്മൾ ഡിവിഷൻ 1 എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയില്ല. പിന്നെ ഗൈസ്, അത് മാത്രമല്ല, ഞാൻ കുറച്ച് ദിവസമായിട്ട് വീട്ടിലില്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ വേറെ അങ്ങനെ ഒന്നും ചെയ്യാൻ. സോ ഗൈസ്, ഞാൻ എൻ്റെ മാച്ചിൻ്റെ ഇത് കാണിച്ചിട്ട് ഞാൻ ഏത് മാച്ച് കളിച്ചതെന്ന്. കാരണം ഞാൻ ഒത്തിരി മാച്ചൊന്നും കളിച്ചില്ല കഴിഞ്ഞിട്ട്. ശേഷം ഈ മാച്ചിലായിരുന്നു ഗൈസ് നമ്മൾ ഡിവിഷൻ 1 അടിച്ചു. പിന്നെയുള്ള 3 മാച്ച് നമ്മൾ ജയിച്ചിട്ടുണ്ട് കളിച്ച്. വിന്നിങ് സ്ട്രീക്കിലാണ് ഗൈസ്. ഇനി അതേപോലത്തെ സ്ട്രീക്ക് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം ലെറ്റ്സ് ഗോ ഇൻടു ദ മാച്ച് ഗൈസ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മുടെ ഫസ്റ്റ് ഓപ്പണിനെ കിട്ടിയിരിക്കുകയാണ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഒപ്പോണൻറ്റ് ഗൈസ്. അങ്കർ മെസ്സി ഉണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നത് മിക്കവാറും സൂപ്പർ സബ്ബായിട്ടായിരിക്കും ഇറക്കണം പെട്ടെന്നൊരിതായിട്ട്. അത് നമ്മുടെ എന്തായാലും ജയിക്കാൻ നോക്കണം ഗൈസ്. അങ്ങനെ നമ്മൾ പ്ലേയേഴ്സിനെയൊക്കെ മാറ്റട്ടെ, നോക്കട്ടെ ഗൈസ് എല്ലാവരും. എനിക്ക് തോന്നുന്നുണ്ട് ഒരു ടഫ് മാച്ച് ആയിരിക്കും. സോ ലെറ്റ്സ് ഗോ ഗൈസ്. അവൻ്റെ കാലിൽ ചെന്ന് ഗൈസ് പണി പാളി. അയ്യോ ഗൈസ്, പണി പാളി. ഇല്ല ഗൈസ്, ഇല്ല. എങ്ങനെയോ പിടിച്ചെടുത്തിട്ടുണ്ട്. റൈക്കാർഡ് ഫെർണാണ്ടോ ടോറസ് ഗൈസ്. ഫസ്റ്റ് ഗോൾ ഫെർണാണ്ടോ ടോറസ് ഫസ്റ്റ് ഗോൾ അടിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ഗോൾ അടുത്ത് ഫെർണാണ്ടോ ടോറസ് എടുത്തില്ല. ജോഹാൻ ക്രൈഫാണ്. ഭാഗ്യത്തിന് നമ്മളത് ഫൗളായില്ല. ഞാൻ വിചാരിച്ചത് ഫൗളായിരിക്കും, കാരണം ചെറുതായിട്ടൊന്ന് ഇതായിരുന്നു ഗൈസ്. ഒക്കെ മെസ്സി കിട്ടിയില്ല. എനിക്ക് തോന്നാം ചിലപ്പോൾ ഒരു നല്ലോണം പോകുമെന്ന്. ചിലപ്പോൾ ഇനി എനിക്ക് തോന്നാവും വല്ല പാസ് ഗൈസ്. ഇത് ഈ മിഡ്ഫീൽഡറിന് എടുക്കാവുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഗൈസ്. ഡിഫൻസ് പൊട്ടിയിട്ടുണ്ട് പൊട്ടി നല്ല രീതിയിൽ പൊട്ടി. അത് കന്നവാറോ ഞാൻ സ്വിച്ച് ചെയ്യാതെ മുമ്പിലോട്ട് കൊണ്ടുവന്നിട്ട് നല്ലോണം പൊട്ടി. എൻ്റെ മിസ്റ്റേക്കാണ് സത്യം പറയുന്നത്. ഡിഫൻസ് പൊട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നു. പൊട്ടിയായിരുന്നു ഗൈസ്. ഞാൻ സത്യം പറയല ഗൈസ്, എനിക്ക് തോന്നുന്നു ഭാഗ്യത്തിനാണ് ഞാൻ ഈ രക്ഷപ്പെടുന്നത്. അതെ ഗൈസ്, ഇനിയും രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല ഗൈസ്. ഈ മാച്ച് തോക്കുമെന്നൊരു സംശയമുണ്ട് ഗൈസ്. ഗോൾ സെലിബ്രേഷൻ എടുത്താൽ ഗൈസ്. ഗൈസ്, എങ്ങനെയാണത്? കുന്ത അവിടെ എന്തോ ചെയ്യുവാണ് ഗൈസ്. കുന്തയ്ക്ക് പിടിക്കാന്നുള്ളതാണ് ഗൈസ്. കുന്ത ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഈ മാച്ച് എന്തോ കുഴപ്പമുണ്ട് ഗൈസ്. ആണ്ടേ ബോൾ പോലും അവന്മാരെ കൈ കിട്ടുന്നില്ല. നേരത്തെ മാച്ചിൽ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചുകളായിരുന്നു. ഈ മാച്ച് എന്താ ഇങ്ങനെ? എന്തോ ഒരു വിഷയമുണ്ട് ഗൈസ്.
ഗൈസ് താണ്ട പ്ലെയർ നീങ്ങുന്നില്ല ഗൈസ്. മനസ്സിലായിരിക്കുമല്ലോ ഗൈസിന് എന്തോ എൻ്റെ അർത്ഥം. പ്ലെയർ നീങ്ങുന്നില്ല എൻ്റെ മിഡ്ഫീൽഡർ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ സ്പ്രിൻറ്റിൽ ഞെക്കി ടാഗിലും കൊടുക്കും. മിക്കവാറും ഞാൻ ആ മിഡ്ഫീൽഡറിന് കൊടുക്കത്തില്ല ഈ മാച്ച്. കാരണം അവൻ മിക്കപ്പോഴും ഇപ്പോൾ ലൂസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. അതിന് തോന്നലാണെന്ന് പറഞ്ഞുകൂടാ. പിന്നെ മിക്കവാറും ഒന്നുമില്ല. കളി തോറ്റു വയസ്സ്. അങ്ങനെ ആദ്യം ഡിവിഷൻ 1 കയറി ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന മാച്ച് തോൽവി തന്നെ. ഞാൻ ആദ്യമായിട്ട് ഡിവിഷൻ 1 കയറി റെക്കോർഡ് ചെയ്ത മാച്ച് തോൽവിയിലായിട്ട് പോവുകയാണ്. ഗൈസ് കണ്ടോ ഗൈസ്, അടിക്കുന്നില്ല, ബോൾ അടിക്കുന്നില്ല ഗൈസ്. എന്തായാലും തോൽവി തന്നെ. കാരണം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പ്ലേയേഴ്സൊന്നും ബോൾ പോലും അടിക്കാൻ നോക്കുന്നില്ല ഗൈസ്. മെസ്സി ഞെക്കിയിട്ട് കുറച്ച് നേരമായിരുന്നു, ഗോൾ അടിച്ചില്ല ഗൈസ്. ഞാൻ റാങ്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് മാച്ച്. അങ്ങനെ അടുത്ത ഒപ്പോണൻറ്റിനെ കിട്ടി. അത്യാവശ്യം നല്ല ടഫ് മാച്ചായിരിക്കും. കാരണം പുള്ളി നേരത്തെ ഡിവിഷൻ 1 അടിച്ചിട്ടുള്ള ബാഡ്ജസ് കാണിച്ചിരിക്കുകയാണ് ഗൈസ്. സ്കോഡൊക്കെ കുഴപ്പമില്ലാത്ത സ്കോഡാണ് ഗൈസ്. പിന്നെ എനിക്ക് മറ്റേ ഡിനാർബീനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഗൈസ് ക്രോസ് പാമറായിരിക്കും. കാരണം അവൻ ക്രോസ് സ്പെഷ്യലിസ്റ്റാണ് ഗൈസ്. പിന്നെ ബാറ്റിസ്റ്റൂട്ടും ഉണ്ട്. ബാറ്റിസ്റ്റൂട്ട നന്നായിട്ട് ഹെഡ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കൊരു സംശയമാണ്. നോക്കാം ഇനി. നമ്മളും ബാറ്റിസ്റ്റൂട്ടിന് നടക്കുകയാണ്. കഴിഞ്ഞ മാച്ച് ആദ്യത്തെ റെക്കോർഡായിരുന്നു. എന്തായാലും അത് തോറ്റു. ഇനി എന്തായാലും ഈ മാച്ച് പിടിക്കാൻ നോക്കാം ഗൈസ്. നോക്കാം, ലെറ്റ്സ് ഗോ. നമ്മൾ റെഡി കൊടുത്തിട്ടുണ്ട്. സ്ലാഗ് അടിക്കുന്നു. കറക്റ്റ് നമ്മളതിൽ ആ ഗോൾ അടിക്കാൻ പറ്റുന്നിടത്ത് വന്നപ്പോൾ തന്നെ ലാഗ് അടിക്കുന്നു ഗൈസ്. എന്താണ് ഇപ്പോഴും ലാഗുണ്ട്. ലാഗ് ഇതുവരെ പോകുന്നുണ്ട് ഗൈസ്. അത് നല്ല ലാഗുണ്ട് ഗൈസ്. ഗൈസ് പോയി ഗൈസ്. നല്ല ലാഗ് അടിക്കുന്നത്, നല്ല ലാഗ്. ഗൈസ് ഫസ്റ്റ് എന്തുവാണത് ഗൈസ്? അതെന്തോ അത് ഈസി ചാൻസ് ആണ് ഗൈസ്. ഈസി ചാൻസ്, ഈസി. എന്നിട്ട് അതുവരെ കൊണ്ടുവന്നത് ഗൈസ്. എന്നാലും അതിൽ ഈസി ചാൻസ് കളയാനുണ്ടായിരുന്നു ഗൈസ്. അതൊരു ഈസി ചാൻസ് ആണ് ഗൈസ്. എന്നാലും എന്തുവായിരുന്നു അത് ഗൈസ്? ഗോളായില്ല ഗൈസ്. ഇങ്ങനെ പവർ കൊടുക്കേണ്ട എങ്ങനെയാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഗൈസ്. ഗൈസ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. പറ്റിയില്ല. ഗൈസ് മിക്കവാറും ലെഫ്റ്റിലോട്ട് അടിക്കും. പറഞ്ഞില്ല ഗൈസ്. മിക്കവാറും ഗോൾ അടിക്കാൻ ചാൻസ് ഉള്ള പോലെ എനിക്ക് തോന്നിയായിരുന്നു. ഗൈസ് അതെന്തുവാണത്? വാണ്ടായ്ക്ക് കൊള്ളായിരുന്നു കേട്ടോ ആ ഡിഫൻസ്. അത് കുറ്റം പറയാൻ പറ്റില്ല ഗൈസ്. അത് നല്ലൊരു ഡിഫെൻഡിങ് ആയിരുന്നു. അത് ഞാൻ പ്രതീക്ഷിച്ച പോലില്ല അങ്ങനെയൊക്കെ ഡിഫെൻഡ് ചെയ്യുന്ന ആരോഗ്യം ഗെയിമിനകത്ത്. അതെന്തുവാണ് ഗൈസ്?
ഗായ്സ് കൊള്ളാം, അവന്മാരുടെ തന്നെ കൊടുത്ത് തന്നെ. എന്തുവാണിത് ഗായ്സ്? ഞാൻ ത്രൂയി നെക്കി ഗായ്സ്. ഈ മാച്ചും പോയെന്നാണ് തോന്നുന്നത്, കാരണം ഒന്നും ആവുന്നില്ല ഗായ്സ്. എന്തുവാണ് എന്തോ ഗായ്സ് ഗായ്സ് എന്തുവാണ് ഗായ്സ്, എന്തോ പറയാൻ. അത് ഫൗളായിരിക്കും, എനിക്ക് ഇല്ല എടുത്തില്ല. ഗായ്സ് പേടിക്കണ്ട, അത് അവനെടുക്കും ഗായ്സ്. നമ്മളെടുത്ത് ഗായ്സ് ഒരു ഉദ്ദേശിക്കുന്ന പോലെ പോകുന്നില്ല, എന്നാലും ഗോളായ കൊള്ളായിരുന്നു. ആയില്ല ഗായ്സ്, തോന്നിയായിരുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഈ മാച്ചിലൊക്കെ ഗോളടിക്കാൻ പറ്റുമെങ്കിൽ. അമ്മാതിരി ഒരു പോകുന്ന മാച്ചാണിത്. ലാഗും ഉണ്ട്, സ്ലോയുമാണ്. ഡ്രോ പോലും പറ്റുമെന്ന് സംശയമാണ് ഗൈസ്, കാരണം അവന്മാർ മിക്കവാറും ലാസ്റ്റ് വന്നൊരു ഗോളടിക്കും. കണ്ട പൊസിഷൻ പോകുന്നുണ്ടോ, ഈസി ആയിട്ടാണ് പോകുന്നത് ഗൈസ്. ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു ഇത്ര നേരം. ഞാൻ പറഞ്ഞത് ഗൈസ്, ഡ്രോ പോലും പാടായിട്ടുള്ള സ്ഥലം. ഗൈസ് ഇതാണ് നമ്മുടെ അടുത്ത ഒപ്പോണൻറ്റ്. വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്തായാലും കുറേ നേരം ഇതായിട്ട് വന്നതല്ലേ, പ്രതീക്ഷയില്ല. അതൊന്നല്ലോ അതാണ് മനസ്സിലായി. ലാസ്റ്റ് മാച്ചിൽ തന്നെ പറഞ്ഞില്ലേ ഞാൻ, ഡ്രോ പോലും പാടാണ്, കാരണം അവന്മാർ ലാസ്റ്റ് ഗോൾ അടിക്കും. എനിക്കറിയാമായിരുന്നു ഗൈസ്, അവന്മാർ ഗോൾ അടിച്ചു, അവന്മാർ കാര്യം കഴിയും. അത്രേ ഉള്ളൂ, എല്ലാ പറഞ്ഞ നമ്മളിനാ ഈ മാച്ചിന് ജയിക്കാൻ നോക്കും. എന്തായാലും വലിയ പ്രതീക്ഷയൊന്നുമില്ല. കഴിഞ്ഞ മാച്ചിലൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. വിന്നിംഗ് സ്ട്രീക്ക് കഴിഞ്ഞത് എന്തായാലും പോയി കിട്ടി. എന്തായാലും ഇനി അടുത്ത മാച്ച് കിട്ടും. റൊണാൾഡീനിയോ ഗൈസ്, എന്തുവാണിത്? ഈസി ഗോളാണ് ഗൈസൊക്കെ, ചുമ്മാ കൊല്ലൊക്കെ ചെയ്തില്ല. അത് കാരണമാണ് പൊസിഷൻ പോകുന്നത്, അല്ല ഓർമ്മയില്ല ഗൈസ്. ഇപ്പം കണ്ടോ, ഇപ്പം ഗോളായി സിമ്പിൾ. നമ്മളടിക്കുമ്പോൾ ഗോളാവില്ല, അതാണ് മെയിൻ സംഭവം. നമ്മളടിക്കുമ്പോൾ ഗോളായ നമ്മൾ ചെയ്യും. അപ്പോൾ എനിമി വിചാരിക്കും ഗോൾ അടിച്ച് ഇനി അങ്ങനെ ചെയ്യും, അതാവരുത്. അതാണ് ഗെയിമിന് വേണ്ടി നമ്മുടെ ഗെയിമിൻ്റെ ഒരു. അപ്പോൾ നമ്മളെ പീറ്റർസനായിട്ട് സത്യം പറഞ്ഞ മാച്ചൊന്നും പിടിക്കരുത്. അവനെങ്ങനെയൊക്കെയോ എന്തിനൊക്കെയോ പിടിക്കുന്നു, അത് മാത്രം നമുക്കറിയാം. ഇത് നോക്കണ്ട വയസ്സ്. എങ്ങനെയോ ഒരു ഗോൾ എന്തിനാണെന്ന്. നേരത്തെ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ പോലും ഇതായനെ. ഈസി ഗോൾസ് വരുമ്പോൾ കഴിച്ച് കണ്ടോ. ആ ഗെയിമിന് വല്ല പാവം തോന്നിട്ട് വലിയൊരു ഗോൾ തന്നെയായിരിക്കും. അപ്പം ശരി ഗൈസ്, കാര്യം ജയിക്കാൻ പറ്റിയില്ല, എന്തായാലും പോയിട്ടുണ്ട്. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോയിലേക്ക് നമ്മളിനി വരുന്നവരേക്കും ബൈ ഗൈസ്.